വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ ബീഹാർ സ്വദേശികളായ 2 CSF ഉദ്യോഗസ്ഥർ 26 വയസ്സുള്ള മലയാളിയായ യുവാവിനെ കാറിടിപ്പിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തി. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 14-ാം തീയതി രാത്രി നടന്നൊരു സംഭവമാണ്. ഈ കാറിടിപ്പിച്ചതിന് ശേഷം ആ ചെറുപ്പക്കാരൻ ബോണറ്റിൽ അള്ളിപ്പിടിച്ച് കിടന്നിട്ട് അയാളെയും കൊണ്ടൊരു 1 കിലോമീറ്ററോളം വണ്ടി പോയെന്നാണ് പറയുന്നത്. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്യുന്നു, ആൾ നിലത്ത് വീഴുന്നു, വീണ്ടും ഹിറ്റ് ചെയ്തിട്ട് ആളെ കൊലപ്പെടുത്തുന്നു. വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ നാട്ടുകാർ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ കൈകാര്യം ചെയ്തിരുന്നു. അയാളിപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. നോക്കൂ, അവർക്കിടയിലുണ്ടായിരുന്ന ഒരു തർക്കം പോലീസ് കേസ് ആകുമായിരുന്നെങ്കിൽ മാക്സിമം നെഗ്ലിജന്റ് ഡ്രൈവിന് ആർക്കെങ്കിലും എതിരെ ഒരു കേസ് എടുക്കും. ആ വിഷയമാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. കേരളത്തിലെ റോഡുകളിൽ 1 മിനിറ്റിൽ 5 ആക്സിഡന്റ് വെച്ച് നടക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ. ഈ കാറിൽ നിന്ന് അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇടിച്ച വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡ്രൈവർ മിക്കവാറും തൻ്റേതല്ലാത്ത കാരണത്താൽ സംഭവിച്ചു എന്ന നിലക്കാണ് തുടങ്ങുന്നത്. അയാളുടെ വണ്ടിയിലുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യണം, അയാൾ നല്ല രീതിയിൽ ഓടിച്ചു വരുന്ന ആളാണ്, അല്ലെങ്കിൽ നല്ല ഡ്രൈവറായിരുന്നു എന്നൊക്കെ തെളിയിക്കേണ്ട ഒരു ബാധ്യതയും കൂടി അയാൾക്കുണ്ട്. ആ രീതിയിലാണ് തർക്കങ്ങൾ. സാധാരണഗതിയിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ തർക്കം ഉണ്ടാകാറില്ല. കാരണം പരിക്ക് പറ്റിയ ആൾക്കാരെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ വളരെ അപൂർവമായിട്ടാണ് കേരളത്തിലെ റോഡുകളിൽ ഇത് കയ്യാങ്കളിയിലേക്ക് നടക്കുന്നത്. ഒരു സെറ്റിൽമെന്റിൽ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ കയ്യാങ്കളിയാവും, അല്ലെങ്കിൽ അപ്പോഴേക്കും പോലീസ് എത്തും, പിന്നെ നടപടികളായി. സാധാരണ ട്രാഫിക് ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ കാണുന്നൊരു സംഭവം വെച്ചാൽ ഡ്രൈവർ ആദ്യം ഒരു ഭയപ്പാടിലായിരിക്കും, പിന്നെ നമുക്കും വണ്ടിക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, പരിക്കുകളൊന്നും ഇല്ലയെന്ന് കാണുമ്പോൾ അതൊരു ദേഷ്യമായിട്ട് മാറും. പെട്ടെന്ന് പ്രൊവോക്കഡ് ആവും, ചാടി ഇറങ്ങും, അപ്പുറത്തെ വണ്ടിക്കാരൻ്റെ മെക്കിട്ട് കയറും, പിന്നെ ഒരു വലിയ തർക്കമാണ് നടക്കുന്നത്. അപ്പം ഇനി അങ്ങനെയുള്ള സംഭവങ്ങളിൽ കാലം മാറി വണ്ടി ഓടിച്ചു വരുന്നവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് വരുന്നവനാണോ അല്ലെങ്കിൽ അതിഥി തൊഴിലാളിയാണോ, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത നേച്ചറിലുള്ള വ്യക്തികളാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ വീര്യം കാണിക്കാൻ. എന്താണെങ്കിലും ഇമാതിരി വിഷയങ്ങൾ സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് എന്ന് പറയുന്നൊരു വിഭാഗം കൂടെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു.